ഇന്ന് ഇവിടെ സമാപിച്ച സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കാരവൻ സാർത്ഥവാഹക സംഘം അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ കേരളം അഭിമാന പുളകിതമാവുകയാണ്. ഒരു കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ കടലിൻ്റെ കരയോരങ്ങളിൽ സമാധാനത്തിൻ്റെ പായക്കപ്പലിൽ മാലിക് ബിൻ ദീനാറും സംഘവും സമാധാനത്തിൻ്റെ വെള്ളക്കൊടിയേന്തിയ പായക്കപ്പലിൽ ഈ കരയോരങ്ങളിൽ വന്നണഞ്ഞപ്പോൾ ഈ രാജ്യത്തിന് നീതിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ആ സംഘം നൽകിയിരുന്നത്. അതിൻ്റെ ഒരു ആവർത്തനം നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടി നൽകുവാൻ ജമാഅത്തെ ഇസ്ലാമി ഒരു സാർത്ഥവാഹക സംഘം കൊണ്ടു നടക്കുന്നു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എന്ന് മാത്രമല്ല, അല്ലാമ ഇഖ്ബാലിൻ്റെ മനസാക്ഷി ഇപ്പോൾ ത്രസിക്കുകയും വികാര നിർഭരമാവുകയും ചെയ്യുന്നുണ്ടാകും. ആബുറൂദ ഗംഗ വോ ദിൻ ഹയാദ് തുജുക്കു ഉത്തരാ തെരേ കിനാരെ ജബ്കാരവാ ഹമാരാ. അങ്ങനെ ഗംഗാനദിയുടെ തീരങ്ങളിലും അറബിക്കടലിൻ്റെ കരയോരങ്ങളിലും സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, നീതിയുടെ സന്ദേശം വഹിച്ചുകൊണ്ടുള്ള ദൈവിക പ്രസ്ഥാനത്തിൻ്റെ പുതിയൊരു അലയാണ്, പുതിയൊരു മുന്നേറ്റമാണ് ഇന്ന് നമ്മുടെ മുമ്പാകെ നമുക്ക് കാണുവാൻ പോകുന്നത്. ഈ മഹാസമ്മേളനം നൽകുന്ന ചില സന്ദേശങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നതാണ്. ഒന്നാമതായി, ഈ സമ്മേളനവും ഈ യാത്രാ സംഘവും നൽകുന്ന സന്ദേശം നീതിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ്. ശാന്തി, നീതി വേർപെടുത്തുവാൻ കഴിയാത്ത രണ്ട് മൗലിക വാക്കുകളാണ്. ശാന്തി, നീതിയില്ലാത്ത ശാന്തി കപടവും ക്രൂരവും കുടിലവും ആവൽക്കരവുമാണ് എന്നീ സന്ദേശം, ഈ സമ്മേളനം ഒരു സന്ദേശം നൽകുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ രാജ്യത്തും ലോകത്തും ശാന്തി ആവശ്യമുണ്ട്. ആ ശാന്തി കപടമാകരുത്, അനീതിയിൽ മൂടിപ്പുതച്ച ഒരു കൃത്രിമമായ കൊണ്ടാട്ടമാകരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അങ്ങനെയുള്ള ശാന്തി ശ്മശാനങ്ങളിലും ചുടലക്കളങ്ങളിലും മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. ജിന്നുകളുടെയും ഭൂതപ്രേതാദികളുടെയും കബദ്ധങ്ങളുടെയും തലയോട്ടികളുടെയും രക്തരക്ഷസുകളുടെയും മേലെ സമാധാനത്തിൻ്റെ ഒരു പതാക വിരിച്ചുകൊണ്ട് നമുക്ക് നീതിയെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചും സംസാരിക്കുക സാധ്യമല്ല. ഈ രാജ്യത്ത് സമാധാനം നീതിയിലൂടെ വരണം. നീതി സമാധാനത്തിന് സഹായകമായി തീരണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം നമ്മുടെ മുമ്പാകെ വെക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളും സാഹചര്യങ്ങളും മറന്നുകൊണ്ടല്ല, അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത് എന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്ത് ധാരാളം ഭീകരാക്രമണങ്ങൾ നടമാടുന്നു എന്നത് നിഷേധിക്കേണ്ടതില്ലാത്ത ക്രൂരമായ ഒരു വസ്തുതയാണ്, സത്യമാണ് എന്ന് നാം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പലതരത്തിലുള്ള സ്ഫോടന പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സംഘട്ടന മരണങ്ങൾ യാതൊരു ക്ഷാമവുമില്ലാതെ ഈ രാജ്യത്ത് ബട്ട്ല ഹൗസ് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ആര് തന്നെയായാലും അവരെ മുമ്പാകെ കർക്കശമായി കൊണ്ടുവന്ന് വിചാരണ നടത്തി തക്കതായ അർഹമായ കഠിനമായ ശിക്ഷ നൽകണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. അത് പക്ഷേ ജാതിയും മതവും തിരിച്ചുകൊണ്ട് പക്ഷപാതപരമായ ഒരു കാഴ്ചപ്പാടിലൂടെ ആകരുത് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് നിർബന്ധമുണ്ട്. എല്ലാവരും പറയുന്നു ഭീകരവാദത്തിന് മതമില്ല എന്ന്. തീർച്ചയായും മതമില്ല ഭീകരവാദത്തിന് എന്ന് സമ്മതിക്കുന്നതോടൊപ്പം തന്നെ
ഭീകരവാദം സ്പോൺസർ ചെയ്യുകയോ ഭീകരവാദം അന്വേഷിക്കുകയോ ഭീകരവാദം ചാനലുകളിലും മീഡിയകളിലും കൊണ്ടാടുകയോ ചെയ്യുന്ന പലർക്കും ചിലർക്കെങ്കിലും മതവും ജാതിയും വർഗവും വിദ്വേഷവുമുണ്ട് എന്ന് തീർച്ചയായും നമുക്ക് തോന്നിപ്പോവുകയാണ്. മതമില്ല എന്ന് പറയുന്നത് പോലും ഒരു യാഥാർത്ഥ്യത്തെ, ഒരു വസ്തുതയെ ഒളിച്ചു വെക്കുവാൻ വേണ്ടിയുള്ള ഒരാർഭാടമല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മതമില്ലെങ്കിൽ നീതിയുടെ ഒന്നാമത്തെ തത്വം സംഘപരിവാറിന്റെ ഒരു സന്യാസിയായാലും മുസ്ലിം സമുദായത്തിലെ ഒരു മൗലവിയായാൽ പോലും ആരെയും അറസ്റ്റ് ചെയ്തതുകൊണ്ടോ തടങ്കലിൽ വെച്ചതുകൊണ്ടോ അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് സമർത്ഥിക്കപ്പെടേണ്ടതില്ല. വിചാരണ ചെയ്ത് കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ അദ്ദേഹം കുറ്റവാളിയല്ല, സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഈ രാജ്യം അനുവദിച്ച ഭരണഘടനാനുസൃതമായ നീതി അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ധാരാളം പഠിച്ച, നീതിക്ക് വേണ്ടി വമ്പിച്ച ഫീസ് വാങ്ങുന്ന ഉന്നതരായ വക്കീലന്മാർ, ബാർ അസോസിയേഷൻ സംഘങ്ങൾ കൂട്ടായിട്ട് പ്രമേയം പാസാക്കുകയാണ്. ബംഗളൂരിലും കർണാടകയിലും UP-യിലും മറ്റുമൊക്കെ ഞങ്ങൾ ടെററിസ്റ്റുകൾക്ക് വേണ്ടി വാദിക്കുകയില്ല എന്ന്. ഈ രാജ്യത്ത് നിയമമറിഞ്ഞുകൂടാത്ത, നിയമപുസ്തകങ്ങൾ പഠിച്ചിട്ടില്ലാത്ത, കോടതിയിൽ പോയി വാദിക്കാൻ ഭാഷയറിഞ്ഞുകൂടാത്ത സാധാരണ മനുഷ്യൻ ടെററിസത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അനുവദിക്കുന്ന അവകാശങ്ങൾ, നീതിയുടെ മര്യാദകൾ പറഞ്ഞുകൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ് ഈ രാജ്യത്ത് ഭരണകൂടം സംവിധാനം ചെയ്തിട്ടുള്ള വക്കീലുമാരും ബാർ അസോസിയേഷനുകളും എന്ന് വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമേ അവർ വാദിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ക്രൂരമായ അനീതിയാണ്. നിങ്ങൾ എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജനാധിപത്യ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്ന് എഴുതി വച്ച ഒരു ഭരണഘടനയുടെ കീഴിൽ ഇങ്ങനെയൊരു തോന്നിവാസം പറയുന്നത് എന്ന് ഈ രാജ്യത്തിലെ വക്കീലന്മാരോടും നിയമവിദഗ്ധന്മാരോടും തുറന്നു ചോദിക്കുവാനുള്ള ഒരു സന്ദർഭം നാം ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നു, വളരെ വ്യക്തമായി പറയുന്നു, സന്യാസിമാരും സംഘപരിവാറിലും പെട്ട ആളുകളും ഭീകരതയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ശരിയായിരിക്കാമെന്ന് നമ്മളിൽ പലർക്കും തോന്നുന്നുവെങ്കിലും വ്യക്തമായി ഞാൻ പറയുന്നു, അവർക്ക് വിചാരണ നേരിടുവാനും വക്കീലിനെ വെക്കുവാനും ന്യായം പ്രമാണം സാധിച്ചെടുക്കുവാനുമുള്ള അവകാശം ഈ രാജ്യത്ത് ലഭിച്ചിരിക്കേണ്ടതാണ്. ഈ അവകാശം ഈ രാജ്യത്തിലെ സാധാരണക്കാരനായ ഒരു മുസ്ലിമിനും ലഭിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഏകപക്ഷീയമായ അനീതിയെക്കുറിച്ചാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്. അതുപോലെ ഇത് തെളിഞ്ഞു വരുമ്പോൾ എന്തെല്ലാം പെരിച്ചാഴികളാണ് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതെന്ന് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദിൽ മക്ക മസ്ജിദ് സംഭവത്തിലോ മറ്റോ 20-ൽ പരം 21 22 സാധാരണക്കാരായ പാവപ്പെട്ട മുസ്ലിം യുവാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് തടവിലിടപ്പെടുകയുണ്ടായി. ഇപ്പോൾ ബഹുമാനപ്പെട്ട ആന്ധ്ര സർക്കാരിന് ബോധ്യം വന്നിരിക്കുന്നു, ഇവരൊക്കെ വെറും നിരപരാധികളായ പാവങ്ങളായ സാധുക്കളായ സാധാരണക്കാരാണ്. അവരെ ഇത്രമേൽ പോലീസ് പീഡിപ്പിച്ചിട്ടുണ്ടാകും, അവരുടെ ആന്തരാവയവങ്ങൾക്ക് എന്തെല്ലാം കേടുപാടുകൾ വരുത്തിയിട്ടുണ്ടാകും. പല തടവുകാരെയും ശിക്ഷിക്കുന്ന രീതി ഗ്വാണ്ടിനാമോയിലും അബൂ ഖുറൈബയിലും മാത്രം കാണപ്പെടുന്നതാണ്. മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ കനമുള്ള കല്ലുകളോ വെള്ളപാത്രങ്ങളോ കെട്ടിത്തൂക്കുക ഇരുത്തിക്കൊണ്ട്, എന്നിട്ട് ആ ഭാരത്തോടുകൂടി